ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 1 ശ്ലോകം 6. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമോ നമഃ. യുധാമന്യുച്ച വിക്രാന്ത ഉത്തമൗജാച വീരവാൻ സൗഭദ്രോ ദ്രൗപദേയാച്ച സർവ ഏവ മഹാരഥാം. മഹാപരാക്രമിയായ യുധാമന്യു, ശക്തനായ ഉത്തമോജസ്, സുഭദ്രാപുത്രനായ അഭിമന്യു, ദ്രൗപദി പുത്രന്മാർ എന്നീ മഹാരഥന്മാർ പാണ്ഡവ സേനയിലുണ്ട്. എല്ലാവരും യുദ്ധത്തിന് തയ്യാറായി നിൽക്കുന്നു. ശ്രീമദ് ഭഗവത്ഗീത ഭാവാർത്ഥം. യുധാമന്യു പാഞ്ചാല രാജാവും യുദ്ധത്തിൽ പരാക്രമ സ്വഭാവമുള്ളവനാണ്. അതിശക്തിമാൻ കൂടിയാണ് ഉത്തമോജസ്. കൃഷ്ണ സോദരിയായ സുഭദ്രയിലുണ്ടായ അർജുനന്റെ പുത്രനാണ് അഭിമന്യു എന്ന സൗഭദ്രൻ. ദ്രോണരുടെ പത്മവ്യൂഹം ഭേദിച്ച അഭിമന്യുവിനെ യുദ്ധത്തിൽ ശത്രുക്കൾ ചതിച്ചു കൊല ചെയ്തു. ധർമ്മപുത്രരുടെ പുത്രൻ പ്രതിവിന്ധ്യനും ഭീമന്റെ പുത്രൻ സുതസോമനും അർജുനന്റെ പുത്രൻ ശ്രുതകീർത്തിയും നകുലന്റെ പുത്രൻ ശതാനികനും സഹദേവന്റെ പുത്രൻ ശ്രുതസേനനും പാണ്ഡവ സൈന്യത്തിലുണ്ട്. ഇക്കാര്യങ്ങളും ദ്രോണരെ ഓർമ്മിപ്പിക്കുന്നു. സർവം കൃഷ്ണാർപ്പണമസ്തു. ഹരേ ഗുരുവായൂരപ്പാ ശരണം. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 1 ശ്ലോകം 7. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമോ നമഃ. അസ്മാകം ദോ വിശിഷ്ടായേ താൻ നിബോധ ദ്വിജോത്തമ നായകാ മമ സൈന്യസ്യ സംചാർത്തം താൻ ബ്രവീമിതേ. അല്ലയോ ദ്വിജശ്രേഷ്ഠ, ഇനി നമ്മുടെ പക്ഷത്തുള്ള സമർത്ഥന്മാരായ നായകന്മാർ ആരെല്ലാമെന്ന് അറിഞ്ഞാലും അങ്ങയുടെ അറിവിനായി അവരെക്കുറിച്ച് പറയാം. ശ്രീമദ് ഭഗവത്ഗീത ഭാവാർത്ഥം. ദുര്യോധനൻ നമ്മുടെ സൈന്യമെന്നു പറയാതെ എന്റെ സൈന്യമെന്ന് എടുത്തു പറയുന്നത് അദ്ദേഹത്തിന്റെ അഹങ്കാരത്തെ സൂചിപ്പിക്കുന്നു. ദ്രോണർ ക്ഷത്രിയധർമ്മം അംഗീകരിച്ച ആളാണെങ്കിലും ജനനാൽ അദ്ദേഹത്തിനുള്ള ബ്രാഹ്മണത്വം എടുത്ത് കാണിക്കാൻ വേണ്ടിയാണ് ദുര്യോധനൻ അടിക്കടി ബ്രാഹ്മണ ശ്രേഷ്ഠ എന്ന് സംബോധന ചെയ്യുന്നത്. മാത്രമല്ല, ഭീഷ്മരിൽ പൂർണ്ണ വിശ്വാസവുമില്ല. പിന്നീട് കൗരവ സൈന്യത്തിലെ പ്രമുഖരെ ദ്രോണർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നു. സർവം കൃഷ്ണാർപ്പണമസ്തു. ഹരേ ഗുരുവായൂരപ്പാ ശരണം.